ഇറാനെ ആക്രമിച്ചാണ് അമേരിക്കയും ഇസ്രയേലും പശ്ചിമേഷ്യൻ സംഘർഷത്തിന് തുടക്കമിട്ടത്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിഞ്ഞു. അലി ഖമനി ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ ബോംബിട്ടാണ് പരമോന്നത നേതാവിനെയും മറ്റ് 50ഓളം പേരെയും വധിച്ചത്. അതിന് ഇവരെ സഹായിച്ചത് ഇറാനികൾ തന്നെയായിരുന്നു. പട്ടിണി വ്യാപകമായ ഇറാനിൽ പണം കൊടുത്ത് പലരെയും ഇസ്രയേലും അമേരിക്കയും വശത്താക്കിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദും അമേരിക്കൻ ഏജൻസി CIA-യും കാലങ്ങളായി ഇത്തരം ചാരന്മാരെ വളർത്തിയെടുത്തിട്ടുമുണ്ട്. സാധാരണക്കാർ മുതൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഭരണതലത്തിലെ ഉദ്യോഗസ്ഥരും പോലും പണത്തിന് പകരം വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴും അത് തുടരുന്നുണ്ടാകാം. അത്തരം ഒരു വിവരച്ചോർച്ചയാണ് ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിലും കലാശിച്ചത്. ഇറാനിൽ ഉൾപ്പെടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കാനും ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന ശക്തികളെ വളർത്താനും എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഏജൻസിയാണ് മൊസാദ്. എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല മൊസാദിനുള്ളിൽ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാൻ ഭരണകൂടത്തെ താഴെയിറക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ സ്വന്തം ഉദ്യോഗസ്ഥരെ തന്നെ പുറത്താക്കേണ്ടി വന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ മൊസാദിന്. ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തെ പുറത്താക്കാൻ രഹസ്യ പദ്ധതി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ മൊസാദ് പുറത്താക്കി. പുതുതായി നിയമിതനായ മൊസാദ് ഡയറക്ടർ റോമൻ ഗോഫ്മാന്റേതാണ് നടപടി. പുറത്തായ 2 ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഡിസംബർ മുതൽ മൊസാദിന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തലവനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. മറ്റൊരാൾ ഏജൻസിയുടെ ഇറാൻ ഡിവിഷന്റെ തലവനും. ഇറാനിലെ കുർദ് വിഭാഗങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഉപയോഗിച്ച് രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് അതുവഴി ഭരണമാറ്റം കൊണ്ടുവരുന്ന തരത്തിലായിരുന്നു രഹസ്യ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. മൊസാദിന്റെ ഈ പദ്ധതിയെക്കുറിച്ച് ഫെബ്രുവരിയിൽ ട്രംപിനെ യുദ്ധത്തിലേക്ക് ഉന്തിത്തള്ളി വിടുന്നതിന് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തുകയും ചെയ്തതാണ്. അതേസമയം പുറത്താക്കൽ നടപടി എന്ന വാർത്തയെ മൊസാദ് തള്ളിപ്പറഞ്ഞു എന്നതും ഇതോടൊപ്പം ചേർത്തു വായിക്കണം. പുറത്താക്കിയതല്ല എന്നും മൊസാദിന്റെ പുനഃസംഘടനയുടെ ഭാഗമായി പരസ്പര ധാരണ പ്രകാരമുള്ള സ്വാഭാവിക വിടവാങ്ങലാണെന്നുമാണ് മൊസാദ് വിശദീകരിക്കുന്നത്. ഇരുവരും മറ്റു റോളുകളിൽ ഏജൻസിയിൽ തുടരുമെന്നുകൂടി മൊസാദ് തലവൻ വിശദീകരിക്കുന്നുണ്ട്. ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് അതുവഴി ഭരണമാറ്റം എന്നതായിരുന്നു മൊസാദിന്റെ പദ്ധതി. ഇതിനായി വളരെ വിപുലമായ ഒരു ആഭ്യന്തര കലാപം തന്നെ മൊസാദ് ആസൂത്രണം ചെയ്തതാണ്. ഇറാഖ് അതിർത്തിയിലെ ഇറാനിയൻ കുർദിസ്ഥാനിലെ IRGC ആസ്ഥാനങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തും. ഇതിന്റെ മറവിൽ കുർദിഷ് പോരാളികൾക്ക് ഇറാനിലേക്ക് കടക്കുന്നതിനും രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള കുർദിഷ് നഗരങ്ങളിലേക്ക് അതിക്രമിച്ചു കടക്കുന്നതിനും വാതിൽ തുറക്കുക എന്നതായിരുന്നു ആസൂത്രണം. തീവ്രവാദ നിലപാടുള്ള മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദിനെ ഇറാനി നേതാവായി പ്രതിഷ്ഠിക്കുന്നതും പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ആയിരക്കണക്കിന് യുവ കുർദുകൾ പോരാളികളുമായി ചേരുമെന്നും അത് ടെഹ്റാനിൽ തന്നെ എത്താൻ കഴിയുന്ന ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുമെന്നും മൊസാദ് പ്രതീക്ഷിച്ചു. ദശലക്ഷക്കണക്കിന് പ്രകടനക്കാരുമായി ഭരണകൂടത്തെ താഴെയിറക്കുന്ന ഒരു ബഹുജന പ്രതിഷേധ പ്രസ്ഥാനത്തെക്കുറിച്ച് മൊസാദ് സ്വപ്നം കണ്ടു. വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ ആരംഭിക്കുന്ന ഈ മുന്നേറ്റത്തിൽ ആയിരക്കണക്കിന് കുർദിഷ് യുവാക്കൾ പങ്കുചേരുമെന്നും അത് പിന്നീട് രാജ്യം മുഴുവൻ പടരുന്ന വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറുമെന്നും മൊസാദ് ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടി. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. ഫെബ്രുവരിയിൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ കുർദുകളുടെ പാത സുഗമമാക്കുന്നതിനായി ഇസ്രയേലും US-ഉം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ സുരക്ഷാ സേനയ്ക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു. പദ്ധതിയുടെ രഹസ്യ വിവരങ്ങൾ ചോർന്നതും കുർദിഷ് ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടായ വിയോജിപ്പും ഇസ്രയേലിന് തിരിച്ചടിയായി. കൂടാതെ കുർദിഷ് മേഖലയിൽ ഇത്തരമൊരു നീക്കം നടക്കുന്നതിനെ തുർക്കി ശക്തമായി എതിർക്കുകയും ചെയ്തു. അങ്ങനെ മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ച സാഹചര്യവും തുർക്കിയുടെ ലോബിയിങ്ങും കുർദുകൾക്കിടയിലെ ജാഗ്രതയും കുർദുകൾ വഴി ഇറാനിൽ ഭരണമാറ്റം എന്ന ആശയം ഉപേക്ഷിക്കാൻ US-നെ പ്രേരിപ്പിച്ചു. ഇറാൻ ഭരണകൂടം ഉടൻ തകരുമെന്ന ഇസ്രയേലിന്റെ വിലയിരുത്തലുകൾ അമിത പ്രതീക്ഷയാണ് എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയതാണ്. നെതന്യാഹുവിന്റെ ഭരണമാറ്റ പ്രവചനത്തെ പരിഹാസ്യവും വിഡ്ഢിത്തവും എന്ന് ട്രംപിന്റെ CIA മേധാവിയും സ്റ്റേറ്റ് സെക്രട്ടറിയും പിന്നീട് വിശേഷിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഇറാന്റെ നേതൃത്വത്തെ പുറത്താക്കാനും അവരുടെ സൈനിക ആയുധശേഖരം നശിപ്പിക്കാനും കഴിയുമെന്ന ആശയത്തിൽ പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ നിരവധി ഉപദേശകരും വിറ്റഴിക്കപ്പെട്ടിരുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഏപ്രിലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഒടുവിൽ പദ്ധതിക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കാതെ വന്നതോടെ മൊസാദിന്റെ നീക്കങ്ങൾ പാളിപ്പോകുകയായിരുന്നു.
അതേസമയം മൊസാദിന്റെ ചാരശൃംഖലയ്ക്കെതിരെ തങ്ങൾ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. കിർമാൻ പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് 21 പേരെ ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. കൂടാതെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 4 സായുധ സംഘങ്ങളെയും പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അതിനിടെ അമേരിക്ക ആയുധക്ഷാമം നേരിടുന്നു എന്ന തരത്തിലെ റിപ്പോർട്ടുകൾ തള്ളുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിവരങ്ങൾ ചോർത്തുന്നവർക്ക് ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുകൂടി ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുഎസിന്റെ ആയുധശേഖരം വലുതാണ് എന്നും വലിയ അളവിൽ ആവശ്യാനുസരണം ആയുധം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടിയാണ് ട്രംപ് പറയുന്നത്. ആയുധങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇറാൻ സംഘർഷം യുഎസ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ മാധ്യമങ്ങളിൽ അടക്കം റിപ്പോർട്ടുകൾ വന്നത്. ആയുധക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ട്രംപിന് യുഎസ് കമാൻഡർമാർ മുന്നറിയിപ്പ് നൽകിയെന്നും ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില അമേരിക്കൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതിനെതിരെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആയുധക്ഷാമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നവരെ വേട്ടയാടുമെന്നും അവർക്ക് ദീർഘകാല ജയിൽ ശിക്ഷ ഉറപ്പാക്കുമെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനുമായുള്ള ചർച്ചകളുടെ നിർണായക ഘട്ടത്തിൽ യുഎസ് നിലപാടിനെ ദുർബലപ്പെടുത്താൻ ഈ വാർത്താ ചോർച്ചകൾ കാരണമാകുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. വിശേഷിച്ച് കരാർ അംഗീകരിക്കാൻ ഇറാനെ സമ്മർദ്ദം ചെലുത്താൻ അവർക്കെതിരെ കൂടുതൽ സൈനിക നടപടിയെടുക്കുമെന്ന തരത്തിൽ ട്രംപ് ഭീഷണി തുടരുമ്പോൾ തന്നെ അമേരിക്കയുടെ പ്രധാന വ്യോമ പ്രതിരോധ മിസൈലുകൾ അടക്കം വലിയ തോതിൽ ക്ഷാമം നേരിടുകയാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തുവരുന്നത് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ മുനയൊടിക്കുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അതേസമയം സാധ്യമായ ആയുധക്ഷാമത്തെക്കുറിച്ച് ട്രംപിന് മാസങ്ങൾക്ക് മുന്നേ അറിവുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകളിൽ ട്രംപിന് ഞെട്ടലുണ്ടായിട്ടില്ല. ഇറാനെ അസാധാരണമാം വിധം ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ടെഹ്റാനെ ഫ്രാക്ചേർഡ് സിസ്റ്റം എന്നും വിശേഷിപ്പിച്ചു. പക്ഷേ സ്വതവേ യുദ്ധത്തിനെതിരായ വൈസ് പ്രസിഡന്റ് JD വാൻസ് അപ്പോഴും ജാഗ്രതയോടെയാണ് സംസാരിച്ചത്. ഇറാനികൾ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്ന ഭ്രാന്തൻ റാഡിക്കലുകളാണ് എന്ന തരത്തിലാണ് വാൻസ് പറഞ്ഞത്. അതേസമയം ഹോർമൂസിലെ തടസ്സങ്ങളും ഇറാന്റെ ആണവ പദ്ധതിയും പ്രധാന വിഷയങ്ങളായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനുമായി ഒരു കരാറിനായി ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയുമാണ്. യുഎസിന്റെ പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഇന്റർസെപ്റ്ററുകളിൽ ഏകദേശം 80% തീർന്നുവെന്നാണ് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിദേശമാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്തിരുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് 80% ഉപയോഗിച്ചു കഴിഞ്ഞു. കൂടാതെ പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളും പകുതിയിലധികവും ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് താഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശേഖരത്തിൽ ഇത്ര വലിയ കുറവുണ്ടാകുന്നത്. സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സ്ഥിതിയുണ്ടായാൽ ഇറാനിൽ നിന്നുള്ള തിരിച്ചടി പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ഗൾഫ് സഖ്യകക്ഷികളിലും ആശങ്കയുണ്ട്. എന്നാൽ ആയുധശേഖരത്തിൽ കുറവില്ല എന്ന് ട്രംപ് പറയുമ്പോഴും കൂടുതൽ ആയുധങ്ങളും മറ്റും വാങ്ങുന്നതിനായി ട്രംപ് അമേരിക്കൻ സെനറ്റിനോട് $87 ബില്യൺ അടിയന്തര ഫണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.